ഹലോ എവരിവൺ, എല്ലാവർക്കും ഫിസിക്സ് എന്ന് പറയുന്ന ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 12ന്റെ 7th ചാപ്റ്ററായ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ ചെറുതാണെങ്കിൽ പോലും നമ്മുടെ ക്രിസ്മസ് എക്സാം അതുപോലെ തന്നെ ഫൈനൽ എക്സാം തുടങ്ങിയ എക്സാമുകളിൽ വളരെയധികം ചാപ്റ്റർ, അതായത് ഒരു മീഡിയം ടു ഹൈ മാർക്സിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? യെസ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്തയാണ്. നമുക്ക് നമ്മുടെ ചാനലിൽ 10 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഓഡിയൻസിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം നമ്മുടെ ക്ലാസ്സുകൾ ഇനി വരുന്ന വീഡിയോസിൽ, അതായത് ഈ ഒരു വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഒരു ചെറിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ, അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, ആ ഒരു ചേഞ്ച് മാത്രം നമ്മുടെ ഈ ഒരു വീഡിയോസിൽ ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കാരണം മലയാളം മനസ്സിലാകാത്ത നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ ക്ലാസ്സുകൾ യൂസബിൾ ആവാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, യൂസബിൾ ആവാൻ ഞാനും ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, ചാപ്റ്റർ 7 ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ വളരെയധികം നമുക്ക് ഡെറിവേഷൻസും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കൺസെപ്റ്റുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു ഗ്രാഫ് അല്ലേ? യെസ്, വി നോ അബൌട്ട് ദിസ് ഗ്രാഫ് റിലേറ്റഡ് ടു ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ദിസ് ഈസ് ആൻ ആൾട്ടർനേറ്റിംഗ് ഗ്രാഫ് റിലേറ്റഡ് ടു ദ വേവ് ഫംഗ്ഷൻ ഓഫ് സൈൻ. സൈൻ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രാഫ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ചാപ്റ്റർ 6 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി ഹാവ് ഡിസ്കസ്ഡ് ദിസ് ഗ്രാഫ് ആൻഡ് ദ AC generator in the 6th chapter of known as electromagnetic induction in our previous video. You can watch. Okay, yes. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഗ്രാഫ് പറഞ്ഞില്ലേ, ഈ ഗ്രാഫ് ആൾട്ടർനേറ്റിംഗ് ആണ്. നമ്മൾ സൈനിന്റെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി, സൈൻ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു. നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ചാപ്റ്റേഴ്സിൽ വോൾട്ടേജും കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുണ്ട് 2 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അതൊന്ന് വോൾട്ടേജിന്റെയും പിന്നെ അടുത്തൊന്ന് കറണ്ടിന്റെയും. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്തിരി വലുതാക്കി എഴുതാം. അപ്പോൾ നമുക്ക് വരും V is equal to V0 sin omega t യും പിന്നെ അതേപോലെ തന്നെ I is equal to I0 sin omega t എന്നും വരും. ഓക്കെ, യെസ്. ഇനി ഇതിൽ രണ്ടിലും നമുക്ക് കുറച്ച് ആൾക്കാരെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. വി ഹാവ് ടു എക്സ്പ്ലെയിൻ സം ഓഫ് ദ ടേംസ് ഇൻ ദിസ് ഇക്വേഷൻ. ദ വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന വോൾട്ടേജ് ഇക്വേഷൻ ഈസ് V0 sin omega t. കറണ്ട് ഇക്വേഷൻ ഈസ് I0 sin omega t. ഓക്കെ, യെസ്. ഒമേഗ ഈസ് നോൺ ആസ് ആംഗുലർ ഫ്രീക്വൻസി. എന്ത് ഫ്രീക്വൻസി? ആംഗുലർ ഫ്രീക്വൻസി. ഓക്കെ, ഒമേഗയെ നമ്മൾ 2π/t എന്നൊക്കെ വിളിക്കും. യെസ്. ഇനി V0 എന്ന് പറയുന്നത് പീക്ക് വോൾട്ടേജ്. വോൾട്ടേജിന്റെ ഇക്വേഷനിൽ V0 ഈസ് പീക്ക് വോൾട്ടേജ്. കറണ്ടിന്റെ ഇക്വേഷനിൽ ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി തന്നെയാണ്, അതിലൊരു ചേഞ്ചും ഇല്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കേസ് ഓഫ് കറണ്ട്. ഒമേഗ ഈസ് ആംഗുലർ ഫ്രീക്വൻസി ബോത്ത് ദ ടൈംസ്. I0 ഈസ് നോൺ ആസ് പീക്ക് കറണ്ട്. ഓക്കെ, I0 എന്ന് പറയുന്നത് പീക്ക് കറണ്ട് തന്നെയാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു 2 ഇക്വേഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ആകെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പറയുകയാണ്, ഞാൻ V എടുത്തു. V is equal to 77 sin 100π നൽകി വേണ്ട 77 sin 777πt. ഓക്കെ, 77 sin 777πt. ഇത് ജസ്റ്റ് ഒരു ഇക്വേഷൻ ആണ്. അതായത് നമ്മുടെ ഈ ഒരു ഇക്വേഷനുമായിട്ട് എന്തുണ്ട്? യെസ്, സാമ്യമുണ്ട് അല്ലേ? ആ ഒരു ക്ലൂ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ ഒരു 2 ആൾക്കാരെയും കൂടി എന്ത് ചെയ്യണം? യെസ്, കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തിട്ട് ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കമ്പയർ ചെയ്തിട്ട് ചെയ്യണം. എങ്ങനെ? യെസ്, we have to compare these two equations to get the answers.
നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രത്യേക രീതിയിലാണ് തരും. ഓക്കെ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇത് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വാട്ട് ഈസ് ഒമേഗ, ആംഗുലാർ ഫ്രീക്വൻസി എന്താണെന്ന് ചോദിക്കും. ഓക്കെ, ആംഗുലാർ ഫ്രീക്വൻസി എന്താണെന്ന് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് പീക്ക് വോൾട്ടേജ്, പീക്ക് വോൾട്ടേജ് എന്താണെന്ന് ചോദിക്കും. ഓക്കെ, തൽക്കാലം നമ്മൾ ഇത്രയും ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിൽ പഠിക്കുന്നുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്, നമ്മൾ വരുന്ന വീഡിയോസിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്, നമ്മൾ ഈ ഒരു ഇക്വേഷനെ ആദ്യം തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് ഒന്ന് കമ്പയർ ചെയ്തു. അപ്പോൾ എന്ത് വരും വെച്ചാൽ v = v0 sin ഒമേഗ ടി. ഓക്കെ, v0യുടെ സ്ഥാനത്ത് 77. Okay, we have 77 in the place of v0 and next we have 777 pi in the place of omega here. അതായത് നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ആൻസേഴ്സിന് കിട്ടും. ആംഗുലർ ഫ്രീക്വൻസി അതായത് ഒമേഗ ആരാണ് ഇവിടെ? യെസ്, 777 സെക്കൻഡ് റൈസ് ടു -1 എന്നും കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാണ്ടിരിക്കാം. ഇനി അടുത്ത പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് v0 ആണ്. പീക്ക് വോൾട്ടേജ് നമ്മൾ പറഞ്ഞു അതെന്തായിരിക്കും? യെസ്, 77 വോൾട്ട്. ഓക്കെ, നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഓക്കെ വളരെയധികം ഇപ്പോൾ ഈ ഒരു ചോദ്യം 2 മാർക്കും ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയി തന്നെ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. വി വിൽ മീറ്റ് അറ്റ് ദ നെക്സ്റ്റ് വീഡിയോ with a new topic. അതുവരേക്കും താങ്ക് യു.